വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് ഇംഗ്ലീഷാണ് പഠിക്കാനായിട്ട് വിചാരിക്കുന്നത്. അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ സോങ് ആണ് ഇപ്പം പഠിക്കാനായിട്ടുള്ളത്. വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്, നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ ഒരു ക്ലാസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ പാഠം സ്കൂളിൽ എടുത്തു കഴിഞ്ഞു, അടുത്ത പാഠം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നി കുറച്ച് ഗ്രാമറും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഈ ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ നാച്ചു സാറ് നമുക്ക് വേണ്ടി ഇട്ട് തന്ന വീഡിയോസാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് കാണുന്നത്. ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ചാണ് വീണ്ടും പഠിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു ബുക്കിൽ ഞാനെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ വേറൊരു ബുക്കിൽ ഇനി മുതൽ എടുക്കാൻ പോകുന്ന ബുക്കാണ്. അതിൽ ഞാനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ്. പിന്നെ പ്രാക്ടീസായിട്ട് 2-3 ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗ്രാമർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു ക്ലാസ് കാണാം, അതിനുശേഷം നിങ്ങൾ അതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ കൊല്ലത്തിൻ്റെ സൈലത്തിൻ്റെ ചാനലിലും അങ്ങനെയൊക്കെ ഇതേ റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സസ് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ ഇതുപോലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ ഗ്രാമർ നല്ലപോലെ സെറ്റാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ഞാൻ പഠിച്ച നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു കുട്ടി സ്റ്റഡി വ്ളോഗായിരുന്നു. അത്രയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതായത് ഗ്രാമർ മാത്രമേ ഞാൻ കുറച്ച് നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ക്ലാസ്സും പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ പഠിച്ചതിന് ശേഷം അപ്പോൾ തന്നെ സമയം കുറേ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.